വെൽക്കം ടു ഐനൂസ് ടേസ്റ്റി കോർണർ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പായസമാണ്. അതിനായിട്ട് ഞാൻ 150 ഗ്രാം സേമിയയാണ് എടുത്തിരിക്കുന്നത്. 40 ഗ്രാം ഉണക്കമുന്തിരി, 30 ഗ്രാം കാഷ്യൂനട്ട്, കുറച്ച് ഏലക്ക, 3 ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു ഫ്രൈങ് പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുന്ന പരുവത്തിൽ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ബാലൻസ് വന്ന നെയ്യിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ച് സേമിയ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. നിങ്ങൾ റോസ്റ്റ് ചെയ്ത സേമിയയാണ് എടുക്കുന്നതെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ സേമിയ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് 3/4 ലിറ്റർ പാലും 3/4 ലിറ്റർ വെള്ളവും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. മുകളിൽ പാട കെട്ടാതെ ഇരിക്കാൻ വേണ്ടി തുടരെ പായസം ഇളക്കിക്കൊണ്ടിരിക്കണം. 8 മിനിറ്റ് ആയപ്പോഴേക്ക് സേമിയ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ശേഷം 3/4 ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് 3/4 കപ്പ് പഞ്ചസാര മുതൽ 1 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനിയും നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂനട്ട് ഉണക്കമുന്തിരിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ സ്വാദിഷ്ടമായ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.